Hello, I am Dr. Thakkedath Matthew. This is live from New York. ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായി യുവജനങ്ങളിൽ കൂടുതലായി കണ്ടു തുടങ്ങിയിട്ടുള്ള പെട്ടെന്നുള്ള കാർഡിയാക് ഡെത്താണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. സാധാരണഗതിയിൽ സഡൻ ഡെത്തിൽ 95% കാർഡിയാക് ഡെത്താണ്, മയോകാർഡിയൽ ഇൻഫാർക്ഷൻ കൊണ്ടാണ് ഉണ്ടാകുന്നത്. പൊതുവെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് 50കളിലും 60കളിലും 70കളിലുമൊക്കെയാണ്. എന്നാൽ ഈ കഴിഞ്ഞ 10 വർഷങ്ങളായി കൂടുതലായി ഹാർട്ട് അറ്റാക്ക് 40കളിലും 30കളിലും 20കളിലും ഒക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഹാർട്ട് അറ്റാക്കിൻ്റെ പ്രധാന കാരണങ്ങൾ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ സിഗരറ്റ് സ്മോക്കിംഗ്, ഹൈ ബ്ലഡ് പ്രഷർ, ഡയബറ്റീസ്, ഹൈ കൊളസ്ട്രോൾ, ഫാമിലി ഹിസ്റ്ററി ഓഫ് ഹാർട്ട് ഡിസീസ് എന്നിവയൊക്കെയാണ്. പക്ഷേ അതിനുമൊക്കെ ഉപരിയായി മറ്റ് ഒരു പ്രധാനപ്പെട്ട കാർഡിയാക് റിസ്ക് ഫാക്ടറിനെ പറ്റി ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. അതിനു മുമ്പായിട്ട് ഈ ചർച്ചയിൽ ഞാൻ വീണ്ടും പ്രയോഗിക്കുന്ന ചില വാക്കുകൾ ഇവിടെ വിവരിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, കോറണറി ആർട്ടറി ഡിസീസ്. കോറണറി ആർട്ടറീസ് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലെ രക്തധമനികളാണ്. ഈ ധമനികളുടെ ഉള്ളിൽ കൊളസ്ട്രോൾ കട്ട പിടിച്ച് ഉണ്ടാക്കുന്ന രോഗമാണ് സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന കോറണറി ആർട്ടറി ഡിസീസ്. 2, കാർഡിയാക് അറസ്റ്റ്. വളരെ പെട്ടെന്ന് തന്നെ ഹാർട്ടിൻ്റെ പ്രവർത്തനം നിലയ്ക്കുന്ന പ്രക്രിയയാണ് കാർഡിയാക് അറസ്റ്റ്. അതായത് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി കുറേ നിമിഷങ്ങൾക്കകം അയാൾ മരിക്കുന്നു. അതാണ് സഡൻ കാർഡിയാക് ഡെത്ത് എന്ന് പറയുന്നത്. 3, വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ. ഈ വെൻട്രിക്കുലർ ഫിബ്രിലേഷനാണ് മിക്കവാറും എല്ലാ ഹൃദ്രോഗങ്ങളുടെയും മരണകാരണം. സാധാരണഗതിയിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ തുടിപ്പുകൾ ഒരു പ്രത്യേക ചിട്ടയിലാണ്, താളക്രമത്തിലാണ്. അതായത് ടുഡും 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 എന്നിങ്ങനെ തുടിച്ചുകൊണ്ടിരിക്കും. ഏതെങ്കിലും കാരണവശാൽ ഹാർട്ട് അറ്റാക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ബ്ലണ്ട് ഇഞ്ചുറി കൊണ്ടോ ഹാർട്ടിൻ്റെ പ്രവർത്തനം വളരെ പെട്ടെന്ന് നിലച്ചാൽ ഹാർട്ടിൻ്റെ റിതം ഒരു അപശ്രുതി, അതായത് ഒരു ഇറഗുലർ റിതത്തിലേക്ക് മാറും. അതിലൊന്നാണ് വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ. അത് ഏകദേശം ഇങ്ങനെ ഇരിക്കും. വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ ഉണ്ടാകുമ്പോൾ ഹാർട്ടിൽ നിന്നും രക്തം ബ്രെയിനിലേക്കോ മറ്റ് അവയവങ്ങളിലേക്കോ പോകുന്നില്ല. കാരണം ഹാർട്ടിൻ്റെ കൺട്രാക്റ്റൈൽ പവർ, സങ്കോചിക്കുകയും വികസിക്കുകയും ചെയ്യാനുള്ള പവർ നിശ്ചലമാവും. അതായത് നോർമൽ ഉള്ള ആ ബീറ്റ് ടെഡം 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 അങ്ങനെ ആ റിതം അപശ്രുതിയായി മാറി ഹാർട്ടിൽ നിന്നുള്ള രക്തം ബ്രെയിനിലേക്ക് പോകാതെ ആൾ പെട്ടെന്ന് മരിക്കും. 4മതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഡിഫിബ്രിലേറ്റർ. സാധാരണഗതിയിൽ ഹാർട്ട് അറ്റാക്കിൻ്റെ തുടക്കത്തിൽ ഹാർട്ടിൻ്റെ റിതം നോർമൽ സൈനസ് റിതത്തിൽ നിന്നും വെൻട്രിക്കുലർ ഫിബ്രിലേഷനായിട്ട് മാറി എന്നിരിക്കട്ടെ. അവിടെ ഡിഫിബ്രിലേറ്റ് ചെയ്തില്ലെങ്കിൽ അയാൾ മരിക്കും എന്നുള്ളത് തിട്ടമാണ്. ഡിഫിബ്രിലേറ്റർ എന്ന് പറയുന്നത് തേപ്പുപെട്ടിയുടെ അത്രയും സൈസുള്ള ഒരു ഇലക്ട്രിക്കൽ എക്യുപ്മെൻ്റാണ്. ഇതിന് 2 ഇലക്ട്രോഡുകളുണ്ട്. അത് നെഞ്ചിൻ്റെ മുമ്പിലും പുറകിലുമായിട്ട് ഘടിപ്പിച്ച് ഒരു ബട്ടൺ അമർത്തി കഴിയുമ്പോൾ DC കറണ്ട് ഹൃദയത്തെ പ്രവേശിച്ച് ആ ഡിഫിബ്രിലേറ്ററി വേവിനെ നിശ്ചലമാക്കും. എന്നിട്ട് വീണ്ടും ആ നോർമൽ സൈനസ് റിതം റീഗെയിൻ ചെയ്തു. അത് ആനിമേറ്റ് ചെയ്ത് നിങ്ങളെ കാണിച്ചാൽ ഏകദേശം ഇങ്ങനെ ഇരിക്കും. ടഡം 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 ടഡം. അപ്പം ഞാൻ അവിടെ ശക്തിയായിട്ട് കാണിച്ച ഡും എന്ന് കാണിച്ചത് ഡിഫിബ്രിലേറ്റ് ചെയ്തതാണ്. അതായത് നോർമൽ സൈനസ് റിതം, വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ, ബാക്ക് ടു നോർമൽ സൈനസ് റിതം. പിന്നെ CPR എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, അതായത് കാർഡിയോ പൾമനറി റിസസിറ്റേഷൻ. ഒരാൾ ഹാർട്ട് അറ്റാക്ക് കൊണ്ട് ബോധം നശിച്ച് നിലത്ത് വീണ് കഴിയുമ്പോൾ നെഞ്ചിൽ അമർത്തി ഹൃദയത്തിൽ നിന്നും രക്തം ബ്രെയിനിലേക്കും മറ്റ് അവയവങ്ങളിലേക്കും പ്രവേശിക്കുന്ന പ്രക്രിയയാണ് വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ. ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി അധികമായി കണ്ടു തുടങ്ങിയിട്ടുള്ള ഈ പെട്ടെന്നുള്ള കാർഡിയാക് ഡെത്തിൻ്റെ കാരണം കോവിഡ് ആണ് എന്നുള്ളത് ഭാഗികമായിട്ട് ശരിയാണ്. കോവിഡ് ഹാർട്ട് അറ്റാക്ക് കൂടും. പക്ഷേ കോവിഡ് വാക്സിനേഷൻ ഹാർട്ട് അറ്റാക്ക് കൂട്ടത്തില്ല. വാക്സിനേറ്റ് ചെയ്തവരെയും ചെയ്യാത്തവരെയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ വാക്സിനേറ്റ് ചെയ്തവർക്ക് ഇതിൻ്റെ കോവിഡിൻ്റെ ഈ ഹാർട്ട് അറ്റാക്കിൻ്റെ നിരക്ക് കുറവാണ്. ഇനി എന്താണ് മറ്റൊരു ഫാക്ടറിയെ പറ്റി ഞാൻ പറഞ്ഞത്? ഈ അടുത്ത കാലത്തായി
കോട്ടയം മെഡിക്കൽ കോളേജിലെ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് വളരെ രസാവഹമായ കൗതുകകരമായ ഒരു സ്റ്റഡി നടത്തി. അതായത് 2024 ജാനുവരി 1 മുതൽ ഡിസംബർ 31 വരെ ആ ഹോസ്പിറ്റലിൽ സഡൻ ഡെത്തായിട്ട് വന്നിട്ടുള്ള 50 പേരുടെ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ നടത്തി. അതിൽ പകുതി ആളുകൾക്കും കോറണറി ആർട്ടറി ഡിസീസാണ് മരണകാരണം എന്ന് കണ്ടുപിടിച്ചു. പക്ഷേ ബാക്കി പകുതി ആളുകൾക്ക് കോറണറി ആർട്ടറി ഡിസീസ് ഇല്ല. പക്ഷേ അവിടെ കണ്ടുകിട്ടിയത് രസാവഹമായ മറ്റൊരു ഒരു ഫൈൻഡിങ് ആണ്. അവരുടെ സ്റ്റൊമക്ക് വീർത്ത് അതിൻ്റെ അകത്ത് മുഴുവൻ അൺഡൈജസ്റ്റഡ് ഫാറ്റി ഫുഡാണ് ഉണ്ടായിരുന്നത്. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനിവിടെ സൂചിപ്പിക്കാം. ഈ പ്രത്യേകിച്ച് ഇന്ത്യ പോലെയുള്ള മൂന്നാം രാജ്യങ്ങളിൽ ഈ ഒരു മധ്യവർഗം, മിഡിൽ ക്ലാസ് ഫാമിലീസ്, അവരുടെ ഇൻകം വളരെ കൂടിയിട്ടുണ്ട്. ചെറുപ്പക്കാർക്കൊക്കെ 2, 3, 4 ലക്ഷം ഓരോ മാസം കിട്ടും. അവർ വീക്ക് ഡേയ്സുകളിൽ അത്യധ്വാനം ചെയ്യും. പക്ഷേ അവരിൽ പലരും വീക്കെൻഡിൽ അടിപൊളി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിലേക്ക് പോകും. ഈ അടിപൊളിയിൽ ഉൾപ്പെട്ടിട്ടുള്ള 4 ഫാക്ടേഴ്സ് നമ്മൾ മനസ്സിലാക്കണം. 1, സിഗരറ്റ് സ്മോക്കിംഗ്. 2, സ്മോക്കിംഗ് കൊക്കൈൻ ഓർ ടേക്കിംഗ് ഫെൻറ്റനിൽ. 3, ആൽക്കഹോൾ. 4, അമിതമായ ഭക്ഷണം. ഈ 4 ഫാക്ടേഴ്സും സഡൻ കാർഡിയാക് ഡെത്തിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് ഞാൻ പറയാം. സിഗരറ്റ് സ്മോക്കിങ്ങിൽ 3 ടോക്സിക് സബ്സ്റ്റൻസ് ഉൾപ്പെട്ടിട്ടുണ്ട്: കാർബൺ മൊണോക്സൈഡ്, നിക്കറ്റിൻ ആൻഡ് ടാർ. ഇതിൽ നിക്കറ്റിൻ എന്ന് പറയുന്ന ആ ടോക്സിക് മെറ്റീരിയൽ ഹൃദയത്തിലുള്ള ധമനികളിൽ അവിടെ ആ രക്തധമനികളെ ചുരുക്കുകയും അവിടെ ബ്ലഡ് ക്ലോട്ട് ഉണ്ടാക്കാൻ സഹായിക്കുകയും ചെയ്യും. ഈ കൊറോണറി ആർട്ടറിയുടെ ഉള്ളിൽ ഒരു ലൈനിങ് ഓഫ് മെമ്പറൈൻ ഉണ്ട്. അതായത് എൻഡോത്തീലിയം എന്നാണ് അതിൻ്റെ പേര്. ഈ എൻഡോത്തീലിയം 2 ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കും. ഒന്ന്, നൈട്രിക് ഓക്സൈഡ്. നൈട്രിക് ഓക്സൈഡ് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഹോർമോണാണ്. അത് അവിടെ കൊളസ്ട്രോൾ കട്ട പിടിക്കാതെയും രക്തക്കൊട്ടുകളെ വികസിപ്പിച്ചും ഒക്കെ നിർത്തുന്ന ഒരു ഹോർമോണാണ് നൈട്രിക് ഓക്സൈഡ്. രണ്ടാമത്തത് എൻഡോത്തലിൻ. എൻഡോത്തലിൻ ഇതിൻ്റെ നേരെ വിപരീതം. ഈ കൊറോണറി ആർട്ടറിയെ ചുരുക്കുകയും അതിൽ ബ്ലഡ് ക്ലോട്ട് ഉണ്ടാക്കുകയും ചെയ്യും. പിന്നെ രണ്ടാമത്തെ ഫാക്ടറാണ് ഈ കൊക്കൈൻ ഓർ ഫെൻറ്റനിൽ. ഈ കൊക്കൈൻ, ഫെൻറ്റനിൽ, ആൽക്കഹോൾ തുടങ്ങിയവ വളരെ മിതമായി കഴിച്ചാൽ ശരീരത്തിലെ ഹാപ്പി ഹോർമോൺസിനെ റിലീസ് ചെയ്യും. നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരാൾ 2 ഡ്രിങ്ക് അടിച്ചതിന് ശേഷം മുഖമൊക്കെ അല്പം ഒന്ന് ചുമന്ന് അധികം വാചാലനാകുന്നതും ചിലപ്പോൾ പാട്ട് പാടുന്നതും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ഹാപ്പി ഹോർമോൺ വന്നതിന് ശേഷം ഒരു മൈൽഡ് യുഫോറിയ ഉണ്ടാക്കുന്നതാണ്. പക്ഷേ അതിന് 1, 2 ഡ്രിങ്ക് മാത്രമേ കഴിക്കാവുള്ളൂ. അത് കൂടിക്കഴിഞ്ഞാൽ അതിന് വിപരീതമായിട്ടുള്ള ഒരു റിയാക്ഷൻ ഉണ്ടാകുക. ഹാപ്പി ഹോർമോൺസ് എന്ന് പറയുന്നത് ഡോപ്പമിൻ, സെറട്ടോണിൻ, ഓക്സിറ്റോസിൻ ആൻഡ് എൻഡോർഫിൻ. ഇത് 4 ഹാപ്പി ഹോർമോൺസാണ്. പക്ഷേ കൂടുതൽ ഫെൻറ്റനിൽ കഴിക്കുകയോ കൂടുതൽ ആൽക്കഹോൾ കഴിക്കുകയോ ചെയ്യുന്ന സമയത്ത് ഈ ഹാപ്പി ഹോർമോൺസിൻ്റെ പ്രവർത്തനം നിലയ്ക്കുകയും ടോക്സിക് ഹോർമോൺസ് ഓർ സ്ട്രെസ് ഹോർമോൺസ് അല്ലെങ്കിൽ റിലീസ് ചെയ്യുകയും ചെയ്യും. സ്ട്രെസ് ഹോർമോൺസ് എന്ന് പറയുന്നത് കോർട്ടിസോൾ, നോറെപ്പിനെഫ്രിൻ, എപ്പിനെഫ്രിൻ. ഇത് 3ഉം കൊറോണറി ആർട്ടറിയെ ചുരുക്കുകയും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കാൻ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 1, സിഗരറ്റ് സ്മോക്കിംഗ്. 2, കൊക്കൈൻ ഓർ ഫെൻറ്റനിൽ. 3, ആൽക്കഹോൾ. ഇനിയിപ്പോൾ 4മത്താണ് ഏറ്റവും രസാവഹമായിട്ടുള്ള ഒരു സംഭവം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കോട്ടയം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ ചെയ്ത ആ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷനിൽ 25% ആളുകളുടെയും സ്റ്റൊമക്കിൽ അമിതമായ ലോഡ് ഓഫ് ഫുഡ് ഉണ്ടായിരുന്നു. ഇതെങ്ങനെയാണ് ഹൃദയത്തെ ബാധിക്കുന്നത് എന്ന് ചർച്ച ചെയ്യാം. സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിന് സർക്കേഡിയൻ റിതം എന്നൊരു റിതമുണ്ട്. പകൽ സമയത്ത് ഈ ഹോർമോൺസ് എല്ലാം ഉണർന്ന് പ്രവർത്തിക്കുകയും രാത്രികാലങ്ങളിൽ അത് അല്പം അസ്തമിക്കുകയും ചെയ്യും. ഈ സർക്കേഡിയൻ റിതം നമ്മുടെ നോർമൽ ലൈവ്ലി മെയിൻ്റനൻസിന് അത്യാവശ്യമാണ്. ഈ അപാരമായി വീക്കെൻഡിൽ അടിച്ചു പൊളിച്ച് 7, 8, 9 പൗണ്ട് ഹാംബർഗർ, ഹോട്ട് ഡോഗ്, പിസ്സ ഇതെല്ലാം തിന്നതിന് ശേഷം കിടക്കുന്ന വ്യക്തിക്ക് ഹൃദയത്തിൽ നിന്നും കൂടുതൽ ബ്ലഡ് സ്റ്റൊമക്കിലേക്ക് വ്യാപിപ്പിക്കേണ്ടതായിട്ട് വരും. സാധാരണഗതിയിൽ സ്റ്റൊമക്കിലേക്കും ഇൻറ്റസ്റ്റൈനിലേക്കുമുള്ള ബ്ലഡിൻ്റെ ആ അളവ് ആകപ്പാടെയുള്ള ബ്ലഡിൻ്റെ 15%. ഈ അമിതമായി ഭക്ഷണം സ്റ്റൊമക്കിലുള്ളപ്പോൾ ദ സ്റ്റൊമക്ക് വിൽ ആസ്ക് ഫോർ മോർ ആൻഡ് മോർ ബ്ലഡ്. So up to 35% of the blood can come into the stomach.
അപ്പോൾ there is a relative ischemia for the rest of the body. അപ്പോൾ ഈ 4 ഫാക്ടേഴ്സ് കൊണ്ട് ഹൃദയത്തിൽ കാര്യമായ സ്ട്രെസ് ഉണ്ടാകുകയും ഹൃദയത്തിൻ്റെ ആ പ്രവർത്തനം, ആ റിതം വ്യത്യാസപ്പെടുകയും ചെയ്യും. ഒന്നുകൂടി പറഞ്ഞാൽ, സിഗരറ്റിൽ നിന്നുള്ള നിക്കോട്ടീൻ, ആൽക്കഹോൾ കൂടുതൽ ഉണ്ടാകുന്ന സ്ട്രെസ് ഹോർമോൺ, പിന്നെ ഭക്ഷണം കൂടുതൽ കഴിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നും രക്തം ഇങ്ങോട്ട് കൂടുതൽ വാർന്നെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ റിലേറ്റീവ് സ്ട്രെയിൻ, പിന്നെ ഫെൻറ്റനിൽ മുതലായ ടോക്സിക് മെറ്റീരിയൽസ് കൊണ്ടുണ്ടാക്കുന്ന കൂടുതൽ ഈ എൻഡോത്തലിൻ റിലീസ്. ഇതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഉറക്കത്തിൽ ഈ ചെറുപ്പക്കാരൻ്റെ ഹൃദയം നിൽക്കുകയും വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ എൻസ്യൂ ചെയ്യുകയും ചെയ്യും. അതായത് ഉറങ്ങിക്കിടക്കുമ്പോൾ 2-3 മണിയൊക്കെ ആകുമ്പോൾ ടഡം 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 അയാളൊക്കെ മരിക്കും. ഇതാണ് ആ പോസ്റ്റ്മോർട്ടം സ്റ്റഡിയിൽ നിന്നും കണ്ടെത്തിയ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫൈൻഡിങ്. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ചെറുപ്പക്കാരുടെ പെട്ടെന്നുള്ള മരണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു സംഗതി, ഈ വീഡിയോ കഴിയുന്നത്ര ചെറുപ്പക്കാരിലും മറ്റ് ആളുകളിലും എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. ഇത് വീണ്ടും കാണുക. ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ക്രമാനുഗതമായി ഞാൻ ശാസ്ത്രീയമായി വിശകലനം ചെയ്തിട്ടുള്ള ആ 4 ഫാക്ടേഴ്സ് വളരെ പെട്ടെന്ന് ഒരു ആർട്ടിക്കിളിൽ നിന്നോ ഒരു വീഡിയോയിൽ നിന്നോ കിട്ടാൻ പ്രയാസമാണ്. ഒന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ, ഈ രാത്രികാലങ്ങളിൽ ഈ ചെറുപ്പക്കാരനെ കൊല്ലാൻ സഹായിക്കുന്ന ഫാക്ടേഴ്സ്: 1, സിഗരറ്റിലുള്ള നിക്കോട്ടീൻ; 2, ടോക്സിക്, അതായത് കൊക്കൈൻ, ഫെൻറ്റനിൽ എന്നുള്ള ആ മരുന്നുകളിൽ നിന്നുള്ള ടോക്സിക് എഫക്റ്റ്; 3, അമിതമായ ആൽക്കഹോൾ കൊണ്ടുണ്ടാകുന്ന സ്ട്രെസ് ഹോർമോൺ റിലീസ്; 4, ഹൃദയത്തിൽ നിന്നും കൂടുതൽ രക്തം കട്ടെടുത്ത് ശ്രമത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഹൃദയത്തിലുണ്ടാകുന്ന സ്ട്രെസ്. So, thank you for listening. Spread this news. You have a great day. Thank you.